ധാരാളം തയ്യാറെടുപ്പുകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവർത്തനം കാലക്കൂട്ടി നടത്തണം എന്നുള്ളതുകൊണ്ടാണ് നാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം വരുന്നതിന് മുമ്പേ തന്നെ ഡാറ്റ സമാഹരണം എന്ന ഒരു വലിയ പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി നാം നടത്തുന്നുണ്ട്. ഈ യോഗത്തിൽ അതിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങൾക്കും എടുക്കുന്ന സമയത്ത് എത്രമാത്രം പുരോഗമനം ആ കാര്യത്തിൽ നമ്മുടെ ജില്ലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം. പൊതുവെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് സ്വീകാര്യതയേറുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. ബി.ജെ.പിയെ കുറിച്ച് നേരത്തെയുള്ള ധാരണകൾക്ക് പകരം ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നതിന് പകരം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ പോസിറ്റീവായിട്ടുള്ള ഒരു അജണ്ട മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് നാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വികസിത കേരളം എന്ന ഒരു പുതിയ അജണ്ട നാം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. വികസനം പറഞ്ഞാൽ മാത്രം വോട്ട് കിട്ടുമോ എന്ന് സംശയം ചോദിക്കുന്നവരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. വികസന അജണ്ട മാത്രം മുൻനിർത്തിക്കൊണ്ട് ബി.ജെ.പി പോലൊരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ എന്ന സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് പൊതുവെയുള്ള രാഷ്ട്രീയ അനുഭവം വികസനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ എല്ലാ കാലത്തും ബി.ജെ.പി ആണ് എന്നുള്ളതാണ്. നാം സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി അവതരിപ്പിച്ചാൽ മാത്രമേ ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് ആളുകൾ ചിന്തിക്കുകയുള്ള തെറ്റായിട്ടുള്ള ധാരണ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രവർത്തകന്മാരിലും നമ്മുടെ സ്നേഹിക്കുന്നവരിലും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പലപ്പോഴും നാം തയ്യാറായിട്ടുള്ളത്. നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. റേഷൻ കടയില് അരിയില്ലാതാകുന്ന വിഷയത്തിനെതിരായിട്ട് സമരം ചെയ്തതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പ്രദേശത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രദേശത്തെ ഏതെങ്കിലും വൈകാരികമായ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചാൽ ആളുകൾ കൂടും എന്ന ഒരു ധാരണയായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി നാം മനസ്സിൽ സൂക്ഷിച്ചത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ സ്വയം പറയുന്ന ഒരു പരാതി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ നാം കൈകാര്യം ചെയ്താൽ വേണ്ടത്ര ഒരു പ്രവർത്തകന്മാരുടെയോ ജനങ്ങളുടെയോ പിന്തുണ നമുക്കുണ്ടാവില്ല എന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് ഈ പ്രാവശ്യം 100% ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാനും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അജണ്ട ജനങ്ങളെ മുമ്പാകെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് നാം ആഗ്രഹിക്കുന്നു. ഞാൻ സൂചിപ്പിച്ച ദേശീയ തലത്തിലും ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ പാർട്ടിയിൽ വരുന്നു. ഇപ്പൊ ഗുജറാത്ത് കലാപത്തിന് ശേഷം ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഗോത്ര കലാപവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. അതിനുശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി ഗുജറാത്തിൽ ഉയർത്തിയത് വികസനത്തിന്റെ അജണ്ടയിൽ. ഗുജറാത്തിന്റെ വികസനം, ഒരു ഗുജറാത്ത് മോഡൽ വികസനം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിരുന്നു. അനുകൂലികളും പ്രതികൂലികളുമായിട്ടുള്ള ആളുകൾ ഗുജറാത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില ആളുകൾ ഗുജറാത്ത് മോഡലിനെ എതിർത്തു, ചില ആളുകൾ ഗുജറാത്ത് മോഡലിനെ അനുകൂലിച്ചു. പക്ഷെ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ടോക്കിംഗ് പോയിന്റ് ഒന്നായിരുന്നു. ഗുജറാത്തിൽ വികസനത്തിന്റെ ഒരു അജണ്ടയായിരുന്നു നാം മുമ്പോട്ട് വെച്ചത്. ഒന്നാം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ നാം ഒരു വൈകാരികമായിട്ടുള്ള വിഷയവുമല്ല ഉയർത്തിപ്പിടിച്ചത്.
നാം വികസനത്തിന്റെ അജണ്ട മാത്രമാണ് ഉയർത്തിപ്പിടിച്ചത്. 2024 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 2024 നാം പ്രധാനപ്പെട്ട നമ്മുടെ ആശയപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് നാം തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഒന്ന് ലളിത വകുപ്പെടുത്തു കളഞ്ഞു, കാശ്മീരിലെ വിഷയങ്ങൾ അവസാനിപ്പിച്ചു, അയോധ്യയില് ക്ഷേത്രം നിർമ്മിച്ചു, നാം മുത്തലാഖ് നിരോധിച്ചു. ഇങ്ങനെയെല്ലാമുള്ള BJP-യുടെ കോർ ഇഷ്യൂസ് ആയിട്ടുള്ളത്, ഒരുപക്ഷെ വൈകാരികമെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന BJP-യുടെ കോർ ഇഷ്യൂസ്, അതെല്ലാം ഫുൾഫിൽ ചെയ്തതിനു ശേഷം 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നാം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത് ഇതൊന്നുമല്ല. 2024 തെരഞ്ഞെടുപ്പിന്റെ ഒരു ക്യാമ്പയിനിലും അയോധ്യ ക്ഷേത്രം പൂർത്തീകരിച്ചത് പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിപ്പിടിച്ചിട്ടില്ല. നാം കാശ്മീരിലെ 370 നീക്കം ചെയ്തത് ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ഇഷ്യൂവായി നാം ഉയർത്തിപ്പിടിച്ചിട്ടില്ല. നാം 2024 ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത് വികസനം തന്നെയാണ്. അപ്പൊ വികസനം എന്നുള്ളത് ഒരു ക്യാമ്പയിൻ ഇഷ്യൂ ആക്കി മാറ്റിയത്, വികസനം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അജണ്ട നിർണ്ണയിക്കുന്ന വിഷയമാക്കി ദേശീയ തലത്തിൽ മാറ്റിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിലേറെയായി 15 വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കുമ്പോൾ നമുക്കെതിരായിട്ടുള്ള ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ട്. നമ്മളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എത്രമാത്രം മോഡിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. നാം ഇപ്രാവശ്യം നമുക്കെതിരായിട്ട് വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനല്ല പരിശ്രമിക്കുന്നത്. നാം പരിശ്രമിക്കുന്നത് ജനങ്ങൾക്ക് മുമ്പാകെ മറ്റൊരു അജണ്ട നാം മുമ്പോട്ട് വെക്കുകയാണ്. ആ അജണ്ടയാണ് വികസിത കേരളം എന്നുള്ള ഒരു ആശയം നാം മുമ്പോട്ട് പോകുന്നത്. എന്തിന് BJP-ക്ക് വോട്ട് ചെയ്യണമെന്ന ചോദ്യത്തിന് ജനങ്ങളുടെ മുമ്പാകെ ഏറ്റവും എളുപ്പത്തിൽ നാം കൊടുക്കുന്ന മറുപടി, കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുള്ളത്, വികസിത കേരളം എന്നുള്ള ഒരു ആശയമുണ്ട്. ആ ആശയത്തിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നാം ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അപ്പൊ ഒരു പുതിയ അജണ്ട നാം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഇത് കേവലം മാക്രോ തലത്തിൽ മാത്രമല്ല, ഉപരിപ്ലവമായിട്ട് മാത്രമല്ല, വിശാലമായ അർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഓരോ പ്രദേശത്തിന്റെയും വികസനം, ഓരോ വാർഡിന്റെയും, ഓരോ പഞ്ചായത്തിന്റെയും, ഓരോ മുനിസിപ്പാലിറ്റിയുടെയും വികസനം, ഇതാണ് ജനങ്ങളുടെ മുമ്പാകെ നാം അവതരിപ്പിച്ചുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേടാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞാൽ അതിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേടാൻ വേണ്ടി പോകുന്നതാണ്. ഈ അജണ്ടക്ക് കേരളത്തിൽ സ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം ഇപ്രാവശ്യം നിലമ്പൂരിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. നിലമ്പൂരിൽ നമുക്ക് ചെറിയ വോട്ടേ വർദ്ധിച്ചിട്ടുള്ളൂ, ഒരു 50-56 വോട്ടേ വർദ്ധിച്ചിട്ടുള്ളൂ. പക്ഷെ പ്രതികൂലമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ നമുക്കുണ്ടായിരുന്നു. നിലമ്പൂരിൽ 2 മുന്നണികൾ അവിടെ സർവശക്തിയും എടുത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങി. കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും നിലമ്പൂരിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ LDF-ന്റെ നേതൃനിര മുഴുവനും നിലമ്പൂരിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ മുഴുവൻ ആളുകളും MLA-മാരും അവിടെ MP-മാരും എല്ലാവരും ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ LDF-ന്റെയും UDF-ന്റെയും നേതൃത്വം മുഴുവൻ നിലമ്പൂരിലായിരുന്നു. മുന്നണികൾ രണ്ടും അവർക്ക് സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ട് സമാഹരിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും PDP-യുമായിട്ടും കൈകോട്ട് പിടിച്ചു. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണെങ്കിൽ LDF PDP-യുമായി സഖ്യമുണ്ടാക്കി. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 11 വർഷക്കാലത്തെ ഒരു പ്രവർത്തനവും അവിടെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഒരു പ്രവർത്തനവും ചർച്ച ചെയ്യാൻ അവിടെ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ടും
പ്രതിപക്ഷ മുന്നണി UDF നിലവിലുള്ള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്യിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു, അത് പ്രചരണം നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഒരു പ്രചരണവും ആ കാര്യത്തിലും നടത്തിയിട്ടില്ല. അതിനു പകരം വൈകാരികമായ വിഷയം, നിലവിലുള്ള തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ RSS, പാലസ്തീൻ, ഇസ്രായേൽ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇറാഖിന്റെ യുദ്ധം, ഇങ്ങനെയൊക്കെ നിലമ്പൂരുമായിട്ടോ കേരളവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇതൊക്കെ രണ്ടു മുന്നണികളും ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നാം അവിടുത്തെ ജനങ്ങളോട് വികസനത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വികസനം എന്നുള്ള അജണ്ട മാത്രമാണ് നാം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. നാം മുഴുവൻ കേരളവും നിലമ്പൂരിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. മലപ്പുറം ജില്ലയിൽ നമ്മുടെ പരിമിതമായിട്ടുള്ള സംഘടനാ ശക്തി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ വെളിയിലെണ്ണാവുന്ന നേതാക്കന്മാർ മാത്രം മറ്റു പ്രദേശങ്ങളിൽ പോയി അവിടെ ക്യാമ്പയിനിങ്ങിന് വേണ്ടി മാത്രം പോയി നമ്മുടെ പരിമിതമായിട്ടുള്ള വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തി വികസനം എന്നുള്ള സിംഗിൾ പോയിന്റ് അജണ്ട മാത്രം മുമ്പോട്ട് വെച്ചുകൊണ്ട് നാം തെരഞ്ഞെടുപ്പിന് നേരിടും. UDF-ന്റെയും LDF-ന്റെയും മതപരമായിട്ടുള്ള അജണ്ടയെ നാം ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിച്ചു. ജനങ്ങളെ വിഭജിക്കുന്ന രാഷ്ട്രീയമാണ് UDF-ഉം LDF-ഉം സ്വീകരിക്കുന്നത്. ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം നമ്മൾ മുമ്പോട്ട് വെക്കുന്നു. നാം ചില പദ്ധതികൾ അവിടെ അവതരിപ്പിച്ചു. നമുക്ക് അവസരം കിട്ടിയാൽ നാം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ദീർഘകാലമായി നിലമ്പൂരിനെ അവഗണിക്കുന്ന LDF-ന്റെ UDF-ന്റെ നിലപാട് മുമ്പോട്ട് വെച്ചു. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിപരീതമായുള്ള ആശയം മുമ്പോട്ട് വെക്കാതെ വളരെ പോസിറ്റീവായിട്ടുള്ള സകാരാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് നാം നിലമ്പൂരിൽ ജനങ്ങൾ അവതരിപ്പിച്ചത്. അതിന്റെ ഫലമുണ്ടായി. സാധാരണ ഏത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്ക് വോട്ട് കുറയാറാണ്. ഈ പ്രാവശ്യം ഇത്രയും പ്രതികൂലമായ സാഹചര്യം ഉണ്ടായി നമുക്ക് ദുർബലമായിട്ടുള്ള സംഘടനാ ശേഷിയുള്ളൂ. എന്നിട്ടും നമുക്ക് നിലമ്പൂരിൽ ഒരു വോട്ട് പോലും കിട്ടാത്ത ഒരു ബൂത്തുമില്ല. 2019-ലും 2024-ലും 2016-ലും 2021-ലും അതിനുശേഷം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2025-ലെ ബൈ-ഇലക്ഷനിലുമൊക്കെ നിലമ്പൂരിലെ എല്ലാ ബൂത്തിലും BJP-ക്ക് വോട്ട് കിട്ടിയില്ല. നമുക്ക് 0 വോട്ട് കിട്ടിയ ബൂത്തുകളുണ്ടായിരുന്നു. കാരണം വളരെ വളരെ ദുർബലമായ ഒരു മണ്ഡലമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ബൈ-ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോ നമ്മൾ കണ്ടത് ഒരു ബൂത്തിൽ പോലും നമുക്ക് 0 വോട്ടില്ല. നമുക്ക് ഒരു പ്രവർത്തനമില്ലാത്ത ബൂത്തിൽ നാം ബൂത്ത് ഏജന്റിനെ നിശ്ചയിച്ചിട്ടില്ല, ഔട്ട് ഏജന്റും ഇൻ ഏജന്റും ഇല്ല, നാം ഗൃഹസമ്പർക്കം നടത്തിയിട്ടില്ല. കാരണം നമുക്ക് പ്രവർത്തകരില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. ഒരു പ്രവർത്തകനെ പോലും BJP-ക്ക് ഒരു പ്രവർത്തനമില്ല. ആ ബൂത്തിലും BJP-ക്ക് വോട്ടുണ്ട്. അതിന്റെ അർത്ഥം നാം ഈ പ്രാവശ്യം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള വികസനത്തിന്റെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് അനുകൂലമായി ഒരു ജനവികാരമുണ്ട്. അത് നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലയാണ്. അതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നാം നേരിടുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് ജനങ്ങളെ മുമ്പാകെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം കൊണ്ടുപോകാം. വികസനവും സുരക്ഷയുമാണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളായി നാം കൊണ്ടുപോകണം. ജനങ്ങളെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. രാജ്യത്തിന്റെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റാണ്. രാജ്യത്തിലെ ജനങ്ങളെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതമായാലും ജനങ്ങളെ സുരക്ഷിതമായാലും അത് ഉറപ്പുവരുത്തുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് സുരക്ഷയും വികസനവും നമ്മുടെ നാട്ടിൽ ജനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാക്കി മാറ്റണം എന്ന് നാം ആഗ്രഹിക്കുന്നു. വരുന്ന 3-4 മാസക്കാലം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നാം നീങ്ങുമ്പോൾ ഓരോ പ്രദേശത്തും നാം ജനങ്ങളെ അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസനത്തിന്റെയും സുരക്ഷയുടെയും വിഷയങ്ങളാണ്. വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക വികസനം, നമ്മുടെ വാർഡിന്റെ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ, മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ വികസനത്തിന്റെ വിഷയം വരും. നാം ഭരിക്കുന്ന പഞ്ചായത്തുകളാണെങ്കിൽ നാം മുമ്പോട്ട് വെച്ചിട്ടുള്ള വികസന അജണ്ട ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടണം. പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങൾ, അതും
വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ജനങ്ങളുമായി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രാവശ്യം നിലമ്പൂരിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹപരമായുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചത് നമ്മൾ മാത്രമാണ്. മറ്റെല്ലാവരും മറ്റു പല വിഷയങ്ങൾക്ക് പിന്നാലെ പോവുകയായിരുന്നു. അതുകൊണ്ട് സർക്കാരിന്റെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ, ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ധാരാളം വിഷയങ്ങൾ ഉണ്ട്. ഇപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്രമാത്രം കുത്തഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല, രോഗികൾ വന്ന് മടങ്ങിപ്പോകുന്നു. അതുകൊണ്ട് എനിക്ക് ആ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ മാനസികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാജിവെക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പൊ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന്റെ പിന്നാലെയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന വലിയ ക്രമക്കേടുകൾ, അതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആശുപത്രികളിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണമല്ലാതെ സംസ്ഥാന സർക്കാർ പണം കൊടുക്കുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് കണക്കുകൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? 2021-22 2022-2023 കേന്ദ്ര സർക്കാർ കൊടുത്ത പണം മുഴുവനായിട്ടും കേരളത്തിൽ ചെലവഴിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുന്നത്. ഒരു ഭാഗത്ത് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, സർക്കാരിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളില്ല, ആവശ്യത്തിന് ജീവനക്കാരില്ല, പ്രാഥമികമായ സൗകര്യം ഒന്നുപോലുമില്ല. ഈ പ്രയാസങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലും കേന്ദ്ര സർക്കാർ കൊടുത്ത പണം മുഴുവൻ ചെലവഴിക്കാതെ പോകുന്നത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ കൊടുത്തതിന്റെ 79% പണം മാത്രമേ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള കണക്ക്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 21% തുക 1100 ചില്ല കോടിയാണ് കൊടുക്കുന്നത്. അതിന്റെ 21% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200 കോടിയോളം രൂപ 2021-22 സാമ്പത്തിക വർഷത്തിൽ ചെലവഴിച്ചിട്ടില്ല. 2023-2024 ഇത് ഒന്നും കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതിന്റെ 50% തുകയെ ചെലവഴിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ 2023-24 500 കോടി സർക്കാർ ചെലവഴിക്കാതെ ലാപ്സാക്കി. 2024-25 അനുവദിച്ച പണം എത്ര ചെലവഴിച്ചു എന്ന കണക്കേ കൊടുത്തിട്ടില്ല. അപ്പൊ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട്. ഗ്രാമീണ മേഖലയ്ക്കും നഗരമേഖലയ്ക്കും കൂടി ഏതാണ്ട് 2000 ചില്ല കോടി രൂപ ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഓരോ വർഷവും കൊടുക്കുകയാണ്. ഈ പണമാണ് ചെലവഴിക്കാതെ ബാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ചെലവഴിക്കാതിരിക്കുക, സംസ്ഥാന സർക്കാർ സ്വന്തമായി ഒരു പണവും അനുവദിക്കാതിരിക്കുക, പണമില്ലാത്ത പേരിൽ രോഗികളുടെ ശസ്ത്രക്രിയ അടക്കം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുക, ആശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടാതെ രോഗികൾ മടങ്ങേണ്ടി വരിക, ജീവനക്കാരില്ലാതെ ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിക്കുക, ഇതെല്ലാമാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ കേരളം എന്നുള്ളത് പിണറായി സർക്കാരിന്റെ ഒരു വലിയ മുദ്രാവാക്യമാണ്. പക്ഷേ കഴിഞ്ഞ 9 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ആ ആരോഗ്യ കേരളത്തെ അനാരോഗ്യ കേരളമാക്കി മാറ്റിയെന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ മേന്മയായി നാം കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം വന്നപ്പോ ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് സിസ്റ്റത്തിന്റെ തകരാറാണ്. സിസ്റ്റമാണല്ലോ ഗവൺമെന്റ്. ഒരു സിസ്റ്റത്തിന്റെ നടത്തിപ്പുകാരെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. സിസ്റ്റം തകരാറിലാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തകരാറിലാണ് എന്നല്ലേ അർത്ഥം. സർക്കാർ മിഷനറിയാണല്ലോ സിസ്റ്റം. ആരോഗ്യമന്ത്രിയും ആരോഗ്യ ഡയറക്ടറും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരാണല്ലോ. ആരോഗ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്നതാണല്ലോ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റമാണ് തകരാറെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ കുഴപ്പമാണ്, സർക്കാരിന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ഈ
കുത്തഴിഞ്ഞ സാഹചര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗം മാത്രമല്ല, ആരോഗ്യരംഗത്ത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം. PMC പദ്ധതിയിൽ കേരള ഗവൺമെന്റ് ഒപ്പിടാൻ തയ്യാറാകാത്തതുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാരിന് ലഭ്യമാകാതെ പോകുന്നത്. ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ദോഷമാർക്കാണ്? വിദ്യാർത്ഥികൾക്കാണ്, കുട്ടികൾക്കാണ്. ഓരോ സബ് ജില്ലയിലും മാതൃകാ വിദ്യാലയങ്ങൾ ഉണ്ടാകണം. ആ മാതൃകാ വിദ്യാലയങ്ങളിൽ ആവശ്യത്തിന് സൗകര്യങ്ങളും സംവിധാനങ്ങളും കൊടുക്കണം. കുട്ടികൾക്ക് ഓപ്ഷൻ ഉണ്ടാകണം. അതിനുവേണ്ടി ഓരോ കുട്ടിക്കും ചെലവഴിക്കേണ്ട പണത്തിന്റെ കണക്കുണ്ട്. ആ കണക്കനുസരിച്ചാണ് കേന്ദ്രം പണം അനുവദിക്കുന്നത്. അപ്പൊ ഈ പദ്ധതിയിൽ സർക്കാർ ഒപ്പിടാതെ പോകുമ്പോൾ കേരളത്തിന് കോടിക്കണക്കിന് രൂപ ലാഭസാധ്യതയാണ്. കഴിഞ്ഞ 5 വർഷമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ലഭിക്കേണ്ട പണം അത് കേരളത്തിൽ അനുവദിച്ചിട്ടും ചെലവഴിക്കാതെ പോകുന്നതുകൊണ്ട് ലാഭസാധ്യതയാണ്. ഇങ്ങനെയുള്ള, ഞാൻ എല്ലാ കാര്യങ്ങളും വഴിയൊഴി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയുള്ള കേരളത്തിലെ ഭരണകൂടത്തിന്റെ, സംസ്ഥാന സർക്കാരിന്റെ തെറ്റായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ജനങ്ങളുമായി ഉയർത്തിപ്പിടിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. അത്തരം വിഷയങ്ങൾ വരുമ്പോ അതൊന്ന് ബോധപൂർവം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റു ചില വിഷയങ്ങളും ഉയർത്തിപ്പിടിക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ പുതിയ വിവാദങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടേതായ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നില്ല. നാം മുമ്പോട്ട് വെക്കുന്ന വികസനത്തിന്റെ അജണ്ടയെ വെടിതിരിച്ചുവിടാൻ വേണ്ടി CPM-ഓ കോൺഗ്രസോ ഉണ്ടാക്കുന്ന ബോധപൂർവമായിട്ടുള്ള വിവാദങ്ങൾ, അതിന് പിന്നാലെ പോകാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഭാരത് മാത എന്നുള്ളത് അത്തരമൊരു വിവാദമാണ്. ആരാണ് വിവാദം ഉണ്ടാക്കുന്നത്? വിവാദം ഉണ്ടാക്കുന്നത് CPM-ഉം സംസ്ഥാന സർക്കാരുമാണ്. അത് അവരുടെ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് പുറത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പാടില്ല എന്നവർ ആഗ്രഹിക്കുകയാണ്. വിദ്യാലയങ്ങളിലെ കുട്ടികളെ വ്യായാമവുമായി ബന്ധപ്പെട്ട് ഒരു നൃത്തം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർത്തുന്നു. ആ വിവാദം ഉണ്ടാക്കുന്ന ആരാണ്? വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം മതനിരപാട് സംഘടനകൾ ശ്രമിക്കുമ്പോൾ നിരന്തരമായി അത് ചർച്ചയാക്കി മാറ്റാൻ LDF ആഗ്രഹിക്കുന്നു. ഒരേ സന്ദർഭത്തിൽ ആവശ്യക്കാരും വേണമെന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവരും സർക്കാരിന്റെ സഹായികളാണ്. ഈ വിവാദം ഉണ്ടായപ്പോ വേണ്ട എന്ന നിലപാടുമായി മുമ്പോട്ട് വരുന്ന ആളുകൾ മുഴുവൻ തന്നെ സർക്കാരിന്റെ സ്വന്തക്കാരായിട്ടുള്ള ആളുകളാണ്. സമസ്തയിലെ ഇടതുപക്ഷ മൂലകളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ സുമ്മാതൃത്വം വേണ്ട എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ ഒരു കൂട്ടം ആളുകൾക്ക് വേണമെന്ന് പറയുക, മറ്റൊരു കൂട്ടം ആളുകൾക്ക് വേണ്ട എന്ന് പറയിപ്പിക്കുക. ഉദ്ദേശം എന്താണ്? ഉദ്ദേശം കേരളത്തിൽ ഒരു വിവാദം ഉണ്ടാവണം. ആ വിവാദം ഉണ്ടാക്കുന്നവരുടെ ഗുണഭോക്താക്കളാണ്. ഗുണഭോക്താക്കളെ സംസ്ഥാന സർക്കാരാണ്, CPM-ആണ്, അവർ പിന്തുണക്കുന്ന കോൺഗ്രസാണ്. യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ, വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ LDF-ഉം UDF-ഉം പ്രതിക്കൂട്ടിലാകുന്നു എന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആവശ്യവും അനാവശ്യവുമായ വിവാദങ്ങളുണ്ടാക്കി ആ വിവാദങ്ങൾക്ക് നമ്മളെ കൂടി കൂട്ടികളിച്ചുകൊണ്ട് യഥാർത്ഥമായ ജനങ്ങളെ ബാധിക്കുന്ന കോർ ഇഷ്യൂ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകണം എന്നവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അത്തരം വിവാദങ്ങൾക്ക് പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നാം വിവാദങ്ങളെ അഭിനന്ദിച്ച് വിവാദ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട്, വൈകാരികമായ വിഷയങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് അതിന്റെ പിന്നാലെ പോകണം എന്നല്ല BJP ആഗ്രഹിക്കുന്നത്. BJP ആഗ്രഹിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ജനകീയമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കേരളത്തിന്റെ വികസനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനം ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയെ നമ്മുടെ കൂടെ കൊണ്ടുവരണം. 2014 നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തത് 18 വയസ്സ് വോട്ടവകാശം കിട്ടിയിട്ടുള്ള പുതിയ തലമുറയാണ്. പുതിയ ഇന്ത്യയെ സ്വപ്നം കണ്ടിട്ടുള്ള പുതിയ തലമുറയാണ്.
2019 വീണ്ടും നാം അധികാരത്തിലേറിയത് 5 വർഷക്കാലത്തെ വികസനത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള, മേക്ക് ഇൻ ഇന്ത്യയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള, പുതിയ സംരംഭകരായിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ട വോട്ടർമാരാണ് 2019 നമുക്ക് വോട്ടിലേക്കപ്പെടുത്തിയത്. 2024 നമുക്ക് വോട്ടിലേക്കപ്പെടുത്തിയത് ഈ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായ പുതിയ തലമുറയാണ് നമുക്ക് വോട്ടിലേക്കപ്പെടുത്തിയിട്ടുള്ളത്. നവംബർ മാസത്തിൽ കേൾക്കിടക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 18 വയസ്സിൽ വോട്ടവകാശം ലഭ്യമാകാൻ വേണ്ടി പോകുന്ന ലക്ഷക്കണക്കിന് പുതിയ വോട്ടർമാരുണ്ട്. ആ പുതിയ വോട്ടർമാർക്ക് ഈ നാടിന്റെ വികസനവും അവരുടെ ഭാവിയുമാണ് പ്രധാനം. കേരളം വികസിക്കുമ്പോൾ കേരളത്തിലെ അവസരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് അവരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനം. അവരാണ് നമ്മുടെ ടാർഗറ്റ് പോയിന്റ്. അവരെയാണ് ആകർഷിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ ശൈലി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നാം ലക്ഷ്യമിട്ടുണ്ട് കേരളത്തിൽ 18 വയസ്സിൽ വോട്ടവകാശം ലഭിച്ചിട്ടുള്ള 18 വയസ്സിനും 25 വയസ്സിനും അടുത്ത് പ്രായമുള്ള വലിയ ശതമാനം വോട്ടർമാരുണ്ട്. ഒരു രാഷ്ട്രീയാഭിമുഖ്യവും ഇല്ലാത്തവർ, പ്രത്യേകിച്ച് CPM-നെയോ കോൺഗ്രസിന്റെയോ രാഷ്ട്രീയ നിലപാടുകളോട് ഒരു താല്പര്യമില്ലാത്തവർ, CPM-ഉം കോൺഗ്രസും മുമ്പോട്ട് വെക്കുന്ന മതത്തിന്റെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തവർ, വർഗീയമായ അജണ്ടകളോട് താല്പര്യമില്ലാത്തവർ, നരേന്ദ്രമോദി മുമ്പോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളവർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ആ ഒരു രാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഞാൻ ഈ കാസർഗോഡ് പ്രധാനപ്പെട്ട പ്രവർത്തകരായ നിങ്ങളോട് പറയുമ്പോ, ചന്ദ്രഗിരി പുഴയ്ക്ക് ഇപ്പുറത്ത് എപ്പോഴും വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്നതാണ് നമ്മളല്ല. അപ്പുറത്ത് കുറച്ചുകൂടി വ്യത്യാസമാണ്. നാം മാറി ചിന്തിക്കാൻ വേണ്ടി തയ്യാറാണ്. ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന പാർട്ടിയാണ്. അത് പറഞ്ഞാൽ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന തെറ്റായ ധാരണ നമ്മൾ പല ആളുകൾക്കുമുണ്ട്. ആ ധാരണ മാറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യോഗി ആദിത്യനാഥ് രണ്ടാമതും UP അധികാരത്തിൽ വന്നത് ഏതെങ്കിലും വൈകാരികമായ വിഷയങ്ങൾ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ, വികസനം പറഞ്ഞിട്ടുണ്ടാണ്. UPയെ പോലെ സെൻസിറ്റീവായ ഒരു പ്രദേശത്ത്, അയോധ്യ പ്രക്ഷോഭമൊക്കെ കത്തിക്കാളിയ ഒരു സംസ്ഥാനത്ത്, ആളുകൾ മതപരമായി ചേരുന്ന ഒരു സംസ്ഥാനത്ത്, നൂറുകണക്കിന് വർഗീയ കലാപവും വർഗീയ അസ്വാസ്ഥ്യങ്ങളുള്ള സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ വികസനം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് നാം മുമ്പോട്ട് വെക്കുന്ന കേരളത്തിലെയും രാഷ്ട്രീയ. അതുകൊണ്ട് വികസിത കേരളം എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കേവലം ഒരു മുദ്രാവാക്യമല്ല, നമ്മുടെ ഒരു മന്ത്രമായിട്ട് നാം സ്വീകരിക്കണം. അതാണ് ജനങ്ങളുടെ മുമ്പാണ് നാം അവതരിപ്പിക്കുന്നത്. അതെങ്ങനെയെല്ലാം ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നാം നമ്മുടെ പ്രദേശത്തിന്റെ വികസനം, നമ്മുടെ പ്രദേശത്തിന്റെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉയർത്തിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് വരുന്ന 3-4 മാസക്കാലം നാം ചെയ്യേണ്ടത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മറ്റെല്ലാ പ്രദേശത്തും പഞ്ചായത്തുകളുടെ ഭരണമൊക്കെ കിട്ടുന്നതിന് മുമ്പ് പഞ്ചായത്തുകളുടെ ഭരണം കിട്ടിയുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല. പഞ്ചായത്ത് മെമ്പർമാരെയും മുനിസിപ്പൽ കൗൺസിലർമാരെയും ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ള ജില്ലയാണ് കാസർഗോഡ്. പക്ഷെ ഇപ്പോ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലും കാസർഗോഡ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ എണ്ണം കുറയുമ്പോൾ മറ്റു സ്ഥലത്ത് പഞ്ചായത്തിന്റെ എണ്ണം കൂടുകയാണ്. കാസർഗോഡ് പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം കുറയുമ്പോൾ മറ്റു സ്ഥലത്ത് പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം കൂടുകയാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ഒരു വൈസ് ചെയർമാൻ ഉണ്ടായത് ഒരു 20 വർഷം മുമ്പാണ്. സുന്ദർബാബുല്ലേ വൈസ് ചെയർമാനായത്? 95. 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്. അതിനുശേഷം ഒരു വൈസ് ചെയർമാനെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ല. നാം ഇന്നലെ തന്നെ നിൽക്കുക, അവിടുന്ന് വട്ടം തിരിയുക. മുഖ്യ പ്രതിപക്ഷമായി ഭരണപക്ഷം ആവാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. കാരണങ്ങൾ പലതുണ്ട്, പറയാൻ കാരണങ്ങൾ നമ്മൾ ധാരാളം. നമ്മൾ എവിടെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്? ഈ ജില്ലയിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ നിങ്ങളെല്ലാവരുമാണ്.
കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഈ ജില്ലയുടെ രാഷ്ട്രീയമായിട്ടുള്ള വളർച്ചയുടെ ഗ്രാമം നിങ്ങളൊന്ന് പരിശോധിച്ചു. 19 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണമുള്ളിൽ നിന്ന് നാം ഇന്ന് എത്രയിലെത്തി? 3. ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. TRK പണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചെയർമാനായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അത് 30 വർഷം മുമ്പാണ് അല്ലേ? ബ്ലോക്ക് പഞ്ചായത്തിന് ഭരണം നമുക്ക് കിട്ടിയിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ കാസർഗോഡ് ജില്ലയുടെ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ സ്റ്റാഗ്നേഷനാണ്. ഒരിടത്ത് തന്നെ നിന്ന് അവിടെ തന്നെ ചുറ്റിക്കറങ്ങുകയാണ്. ഈ പ്രാവശ്യം അങ്ങനെ മതിയോ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ മുന്നേറ്റം ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ധാരാളം ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ഈ പ്രാവശ്യം BJPക്ക് ലഭ്യമാകും. ഒന്നിലേറെ കോർപ്പറേഷനുകൾ ഈ പ്രാവശ്യം BJPക്ക് ഭരിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ്. നിരവധി മുനിസിപ്പാലിറ്റികൾ BJPയുടെ ഭരണമാണ്. അതെല്ലാം വരുമ്പോഴും കാസർഗോഡ് ജില്ല ഒരു 3 പഞ്ചായത്തുമായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയാൽ മതിയോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ 9 കൗൺസിലർമാർ 10 ഇപ്പോൾ എത്രയാ? ഞാനിവിടെ വരാൻ തുടങ്ങുമ്പോഴേ അത് തന്നെയുള്ളൂ. 9, 10, 9, 10, 11 അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ 14 എന്നുള്ളത് നമ്മുടെ അൾട്ടിമേറ്റ് നമ്പറാണ്. അത് മതിയോ? പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഏറ്റക്കുറച്ചിൽ. ഇത് മതിയോ? BJPക്ക് പുഴക്കിപ്പുറത്ത് മതിയോ? കാസർഗോഡും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും നീലേശ്വരത്തും നമ്മൾ മുതുമരുന്ന് ജയിക്കണ്ടേ? അവിടുന്ന് പഞ്ചായത്തിന്റെ ഭരണവും പഞ്ചായത്ത് മെമ്പർമാരൊന്നും വേണ്ടേ? നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് അതാണ്. ഈ പ്രാവശ്യം കാസർഗോഡ് ജില്ലയുടെ ഒരു വലിയ വെല്ലുവിളി, ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമ്മൾ 1ാം സ്ഥാനത്തെത്താറുണ്ട്. ഈ പ്രാവശ്യം അതില്ല. ലൈവ് ഇവരെ പറഞ്ഞത് കൊടുക്കും.